ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂർ കല്യാൺ സിൽക്സിലാണ്. വിഷുവിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ പർച്ചേസിങ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ജെൻസിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. അവിടെ നിന്ന് 2 ഷർട്ട് വാങ്ങി. അത് വിചാരിച്ചതുപോലെ തന്നെ നല്ലത് കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ സാരി സെക്ഷനിലേക്ക് പോയി. സാരി സെക്ഷനിൽ ഒരുപാട് തിരഞ്ഞതിന് ശേഷമാണ് മനസ്സിനിണങ്ങിയ 2 സാരികൾ കിട്ടിയത്. അങ്ങനെ എന്നാലും സാരിയും കിട്ടി ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ. ഞങ്ങൾ വിഷുവിന് കുറച്ച് മുന്നേ പോയതാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നന്ന തിരക്കും കുറവല്ലായിരുന്നു, അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ കുട്ടികളുടെ സെക്ഷനിലും അതുപോലെ ചൂരിദാർ സെക്ഷനിലും ഞങ്ങൾ വിചാരിച്ച പോലെയുള്ളൊരു മോഡൽസ് കിട്ടിയില്ല. പിന്നെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, അവിടെ മെഹന്തി ഫ്രീ സർവീസായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല ഡിസൈനാണ് അവർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പനിയത്തി വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് മെഹന്തി ഇട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടി. 2-3 ഐറ്റംസ് മാത്രമാണ് കിട്ടാതിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാഗൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്ക് പോയതല്ല ഈ കാണുന്നത്. ഇത് വേറൊരു ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി പോയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 1-2 ഐറ്റംസ് ഞങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന്. അത് പിന്നീട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അമ്മയും കൂട്ടി പോയി പർച്ചേസ് ചെയ്യാൻ ഉണ്ടായത്. ഫാമിലിയിൽ വരാൻ എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം കല്യാണത്തിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് തവണ ഇവിടെ തന്നെയായിരുന്നു. എത്ര തവണ ഫാമിലിയിലോട്ട് വന്നു എന്ന് ഓർക്കാനേ പറ്റുന്നില്ല. എൻ്റെ വെഡ്ഡിങ് ബ്ലൗസും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പർച്ചേസിങ്ങിന് വരാൻ. കാരണം ഒട്ടും ബോറടിക്കാറേ ഇല്ല. കാരണം ഇവിടെ വന്നവർക്കറിയാം അല്ലേ, അതിനുള്ള എല്ലാ തരത്തിലും നമുക്ക് ബോറടിക്കാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല കളക്ഷൻസാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ്സിന് നല്ല നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ കുറച്ച് സമയം തിരഞ്ഞെങ്കിലും മനസ്സിൽ ഇഷ്ടപ്പെട്ട ചുരിദാർ കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇവിടെ നിന്നാണ് ഇനി 2 ഡ്രസ്സ് എടുക്കാനുള്ളത്. ഇവിടെ കുറച്ച് സമയം ഒന്ന് തിരയേണ്ടി വന്നു. കുറച്ച് സമയം തിരഞ്ഞെങ്കിലും നല്ല രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് പർച്ചേസിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐറ്റംസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അവിടെ ടീ പ്രൊവൈഡ് ചെയ്യുന്ന റൂമുണ്ട്, അവിടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാണ്. വളരെ നല്ല രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വിഷുവിൻ്റെ പർച്ചേസിംഗ് എല്ലാം ഇതോടുകൂടി ഇവിടെ തീർന്നു. പിന്നെ ഞങ്ങൾ നേരെ കണ്ണൂർ കോക്ടെയിലിലേക്കാണ് വിട്ടത്. കാരണം ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് കോക്ടെയിൽ. അങ്ങനെ ഞങ്ങൾ കോക്ടെയിൽ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഫാമിലിയിൽ നിന്നും കല്യാണിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു ടു ഓൾ.